എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഞാൻ കഴിക്കത്തുള്ളൂ. അത്രയും രുചിയുണ്ട് ഓരോ കറിക്കും. എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സും വയറും ഒക്കെ നിറഞ്ഞിട്ടാണ് എനിക്ക് ഇലയിൽ ഒഴിച്ചിട്ട് പായസം കഴിക്കാൻ പഠിപ്പിച്ചത്. സോ നമ്മൾ അങ്ങനെ തന്നെയാണ് കഴിക്കാൻ പോണേ. നമ്മുടെ ഇവിടെ മംസ്റ്റേ ഏരിയയിൽ സൗരവ്, അപ്പോൾ നമുക്ക് റിവ്യൂ സൗരവിനോട് ചോദിക്കാം. സൗരവ്, ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് അടിപൊളിയായിരുന്നു. നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് സദ്യ കഴിച്ചത്. അപ്പം സദ്യ ഹെവി ആയിരുന്നു. സർവീസ് ആയിരുന്നു എന്നെക്കാളും അടിപൊളി. നല്ല ഒരുപാട് തവണ വീണ്ടും കറിയും കാര്യങ്ങളും എല്ലാം തന്നു. സദ്യയും എല്ലാം നൈസായിരുന്നു. നമ്മുടെ വാഴയിലയിൽ നാട്ടിലെ തന്നെ നാടൻ സ്റ്റൈലിൽ റൈസും എല്ലാം നൈസായിരുന്നു. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, അപ്പോൾ ചേച്ചിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അത് സെയിം നെയിം തന്നെയാണ്, മംസ്റ്റേയിൽ. ഇതൊക്കെ കണ്ടല്ലോ, ആള് വലിയൊരു പുള്ളിയാണ്. ഹലോ, എല്ലാവർക്കും ഹാപ്പി വിഷു. നാട്ടിലെല്ലാവരും വിഷു ആഘോഷിക്കുകയാണെന്ന് അറിയാം. ഞങ്ങളും ചെറിയ രീതിയിലൊക്കെ ആഘോഷിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഓക്കെ, നമുക്കിവിടെ ഒരുപാട് പരിമിതികളുണ്ട്, സാധനങ്ങളൊക്കെ കിട്ടാത്തതിൻ്റെയൊക്കെ വിഷമമുണ്ട്. എന്നാലും ഇത്രയും നാളും വിഷുവൊക്കെ നാട്ടിലിങ്ങനെ ആഘോഷിച്ചതിൻ്റെ ഒരു ഫീൽ ഉള്ളതുകൊണ്ട് നമുക്കിങ്ങനെ സദ്യ കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ നമ്മുടെ കാർഡിഫിലുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ സദ്യ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് കാർഡിഫിലുള്ള മംസ്റ്റൈലി എന്ന് പറയുന്ന ഒത്തൻറ്റിക് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മുടെ സദ്യ ഇങ്ങനെയാണ്. അതിൻ്റെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, കമാൻ. ഇപ്പോൾ നമ്മൾ പ്രിൻസിപ്പാലിറ്റി സ്റ്റേഡിയത്തിൻ്റെ ഒരു സൈഡിലാണ് നിൽക്കുന്നത്. നമ്മൾ ഈ പോകുന്ന വഴി ഇതാ അവിടെ കാണുന്നത് സൺഡേ സ്റ്റാളാണ്. എല്ലാ സൺഡേസിലും ഇതുപോലെ ഫുഡ് സ്റ്റാളുകൾ ഉണ്ടായിരിക്കും. ആ വഴിയാണ് നമ്മൾ പോകുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ മംസ്റ്റൈലിലേക്ക് കയറാൻ പോവാണ്. നമ്മളവിടെ സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. നമ്മുടെ ഇല എത്തിയിട്ടുണ്ട്. നല്ല നാട്ടില നൊസ്റ്റാൾജിയ ഇലയുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെയുള്ള ചേട്ടൻ നമുക്ക് വിളമ്പാനായിട്ട് വരും. നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ. നമ്മുടെ മുന്നിലിപ്പോൾ നമ്മുടെ ശർക്കരപ്പേരിയുണ്ട്, വറുത്തപ്പേരിയുണ്ട്, അച്ചാറ്, അവിയൽ, കൂട്ടുകറി, പുളിയിഞ്ചി, മത്തനും പയറുണ്ട്, എരിശ്ശേരി, പപ്പടം, സാമ്പാർ, പരിപ്പ് കറി, നെയ്യിട്ടത്. അയ്യോ, ഓക്കെ, താങ്ക് യു. എൻ്റെ പൊന്നോ, എനിക്ക് സൂപ്പർ. നമ്മുടെ ആ ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റാണ്. നമ്മുടെ ആ ഒരു എന്താ പറയുക, എല്ലാ വിഭവങ്ങളും ഉണ്ട്. എനിക്കിത് ഫുള്ളൊന്ന് കഴിച്ചങ്ങ് തീർന്നാലും എനിക്ക് വേർഡ്സ് ഇനി വരുള്ളൂ. ഞാൻ അത്ര എക്സൈറ്റഡ് ആണ്. ഓക്കെ, എൻ്റെ ഓൾമോസ്റ്റ് ഫിനിഷായി. ഞാനിങ്ങനെ മുഴുവൻ ഭക്ഷണം കഴിക്കുന്നത് വളരെ റെയറായിട്ടാണ്. അത്രയും രുചിയുണ്ട് ഓരോ കറിക്കും. എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സും വയറും ഒക്കെ നിറഞ്ഞിരിക്കുകയാണ്. ഒടുവിൽ ഞാൻ സദ്യ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. കുറച്ച് സാധനം മാത്രമേ ബാക്കിയുള്ളൂ. എനിക്കതിന് സ്പേസ് അല്ലേ കഴിക്കാൻ. എന്തായാലും ഞാൻ ട്രൈ ചെയ്യും കഴിക്കാനായിട്ട്. ഇനി നമ്മുടെ അടുത്ത സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്.
ഞാൻ ഇത്രയും നാളായിട്ട് എപ്പോഴൊക്കെ സദ്യ കഴിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും പായസം ഞാൻ ഗ്ലാസ്സിൽ കുടിച്ചിട്ടില്ല. കാരണം എൻ്റെ അച്ഛനാണ് എനിക്ക് ഇലയിൽ ഒഴിച്ചിട്ട് പായസം കഴിക്കാൻ പഠിപ്പിച്ചു തന്നത്. സോ നമ്മൾ അങ്ങനെ ഞാൻ ഇരിക്കാൻ പോണേ. നമ്മൾ പായസം എടുക്കുക, അങ്ങനെ ഇലയിലിങ്ങനെ ഒഴിക്കുക. പപ്പടം ഇല്ല, പപ്പടം തീർന്നു പോയി, സാറില്ല. അപ്പം പഴം കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ പഴം ഇങ്ങനെ എടുക്കുക, പഴം ഇങ്ങനെ എടുത്തിട്ട് ഒരു പീസ് എടുക്കുക, എന്നിട്ട് ഇതിങ്ങനെ കുഴക്കുക, ഇച്ചിരി അച്ചാറ് കൂട്ടുക, ഇച്ചിരി ചിക്കുക. ശാസ്ത്രീയ രീതിയിൽ പായസം കഴിക്കുന്നത് ഇങ്ങനെയാണ്. രണ്ട് ടൈപ്പ് പായസം ഉണ്ട് കേട്ടോ നമുക്കിവിടെ. സേമിയ ഉണ്ട്, അടപ്രഥമനും ഉണ്ട്. അപ്പോൾ ഞാൻ പായസം കഴിച്ചു കേട്ടോ ആദ്യം. ആഹാ, ഈ ഇലയിൽ ഒഴിച്ച് കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, ഇത് വല്ലാത്തൊരു ടേസ്റ്റ് കേട്ടോ. കാരണം ഞാൻ ഈവൻ ഹോസ്റ്റലിലായപ്പോഴും അവിടെ പായസം കിട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ പ്ലേറ്റിൽ ഒഴിച്ചിട്ടാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നേന്ന്. ഇതുവരെ ഞാൻ ഗ്ലാസ്സിൽ കഴിച്ചിട്ട് എനിക്കത് ഇഷ്ടമല്ല. അപ്പോൾ മംസ് ഡെയിലി എന്ന് പറയുന്ന ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഓണറാണ് നീതു ജോൺ. ചേച്ചി ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് ചേച്ചിയോട് തന്നെ ഷോപ്പിനെ കുറിച്ച്, ഇവിടുത്തെ മെനുവിനെ കുറിച്ചൊക്കെ ചോദിക്കാം. ഓക്കെ, നമ്മൾ ഫുഡ് കഴിച്ചു, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ചേച്ചിക്ക് ഇവിടുത്തെ ഈ ഒരു ഷോപ്പ് എന്ന് തുടങ്ങി, പിന്നെ ഇവിടുത്തെ മെനൂസ് ഒക്കെ ഒന്ന് പറയാൻ പറ്റും? പറയാം. ഇന്ന് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് കേട്ടോ, വന്നതിന് താങ്ക്സ് ഉണ്ട്. നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 11 ദിവസം, 11ാമത്തെ ദിവസം ആയിട്ടേ ഉള്ളൂ. നമ്മൾ സദ്യ എല്ലാ ദിവസവും കൊടുക്കുന്നില്ല, ഇന്ന് വിഷു ആയതുകൊണ്ട് മാത്രം സ്പെഷ്യലായിട്ട് സദ്യ കൊടുത്തു. പക്ഷെ അല്ലാത്ത ദിവസങ്ങൾ ഫ്രൈഡേ ടു സൺഡേ നമ്മൾ താലി കൊടുക്കുന്നുണ്ട്. നോൺ വെജ് താലിയും കൊടുക്കുന്നുണ്ട്, വെജ് താലിയും കൊടുക്കുന്നുണ്ട്. അല്ലാത്ത ദിവസം മൺഡേ ട്യൂസ്ഡേ നമ്മൾ ഓഫാണ്. മൺഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ എല്ലാം 5 PM to 11 PM ഉണ്ട് നമുക്ക്. അപ്പോൾ എല്ലാവരും വരിക. നമ്മൾ സൗത്ത് ഇന്ത്യൻ ഫുഡാണ് കൊടുക്കുന്നത്, ഒത്തൻറ്റിക് ആയിട്ടുള്ള സൗത്ത് ഇന്ത്യൻ ഫുഡ് കൊടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. വരിക കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമ്മളിപ്പോൾ ഫുഡ് കഴിച്ച് ഇറങ്ങി, എന്താ പറയുക, അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സൗരഭ് പറഞ്ഞ പോലെ തന്നെ നല്ല നാടൻ സ്റ്റൈലിൽ എല്ലാ കറികളും ഉൾപ്പെടുത്തിയിട്ട് നല്ലൊരു സദ്യ നമുക്ക് കിട്ടി. അപ്പോൾ എന്തായാലും വിഷു എന്താ പറയുക, ആഘോഷിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടം മാറിയിട്ടുണ്ട്. പിന്നെ നിധി ചേച്ചി പറഞ്ഞ പോലെ ഇവിടെ ഒരുപാട് മെനൂസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഒരു ദിവസം കൂടെ വരാം ഇതൊക്കെ ഒന്ന് കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇവിടെ വരിക, ഇവിടുത്തെ സൗത്ത് ഇന്ത്യൻ ഫുഡൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യുക. ഓക്കെ.